ഗോപാൽജി നമസ്കാരം. സനാതനധർമ്മവും സംഘപരിവാരവും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പലരും പല സംശയങ്ങളൊക്കെ ഉന്നയിച്ച് കാണാറുണ്ട്. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച്? സനാതനധർമ്മം തന്നെയാണ് ഹിന്ദുധർമ്മം. ആ ഹിന്ദുധർമ്മം തന്നെയാണ് ഭാരതധർമ്മം. ആ ഭാരതധർമ്മവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംഘപ്രവർത്തനം. സനാതനധർമ്മം ഋഷിപ്രോക്തമാണ്. ആ വചനങ്ങളാണ്. വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ അത് വിശാലമായിട്ട് പറയണം, പക്ഷേ അത് തീരുന്ന പ്രശ്നമല്ല. ഉദാഹരണം പറഞ്ഞാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇത് സനാതനധർമ്മമാണ്. ഇത് തന്നെയാണ് ഹിന്ദു ധർമ്മം. സർവചരാചരങ്ങളും സുഖമായി ഭവിക്കട്ടെ, മനുഷ്യൻ മാത്രമല്ല, സർവവും, അത് പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സുഖമായി ഭവിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇതേപോലെ തന്നെ ഋണ്ണന്തോ വിശ്വമാര്യം, ലോകം മുഴുവൻ ശ്രേഷ്ഠമായി തീരണം, ആര്യമായി തീരണം എന്നുള്ള കാഴ്ചപ്പാട്. ഇതാണ് നമ്മുടെയും കാഴ്ചപ്പാട്, സംഘത്തിൻ്റെയും കാഴ്ചപ്പാട് തന്നെയാണ്. അതേപോലത്തെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ തന്നെ ലോകം ഒരു കിളിക്കൂടാണ് എന്നൊരു സങ്കല്പവും അതും സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ഈ വിധത്തിൽ ഋഷിപ്രോക്താക്കളായിട്ടുള്ള ആൾക്കാരുടെ വചനങ്ങൾ മുഴുവൻ അത് തന്നെയാണ്. ഇത് സംഘവും സ്വീകരിച്ചത് അത് തന്നെയാണ്. പക്ഷേ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വക്താക്കളായിട്ടും അല്ലെങ്കിൽ സംഘപ്രവർത്തകരുമൊക്കെ സനാതനധർമ്മമാണ് നിലനിൽക്കേണ്ടത് എന്ന അവരുടെ ഒരു വാദഗതി മുന്നോട്ട് വെക്കുമ്പോൾ ഇതൊരു ഹൈന്ദവത മാത്രമാണ്, അല്ലെങ്കിൽ ഇതിലെല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല, ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ മറുഭാഗത്തും വരുന്നുണ്ട്. ശരിക്കും ഇതൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണോ അതോ ബോധപൂർവമായി അങ്ങനെ പറയുന്നതാണോ? അത് ബോധപൂർവമായിട്ട് പറയുന്നതാണ്. പറയുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതെല്ലാം ഒന്നാണെന്നും ഇതാണ് സംഘത്തിൻ്റെ കാഴ്ചപ്പാടെന്നുള്ളതും അറിയാം. ഒരു പക്ഷേ അവർ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടായിരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെറ്റിദ്ധാരണ ഉള്ള ആൾക്കാർ അത് സംഘത്തിൻ്റെ ശാഖയിൽ വന്നാലേ അത് തീരുള്ളൂ. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ആനയെ കാണാൻ പോയ കണ്ണുപൊട്ടനെ പോലെ ആയിരിക്കും. അവരുള്ളിലേക്ക് വരണം. ആ സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംഘത്തിൻ്റെ സർവ്വ കാര്യങ്ങളും നടക്കുന്നത്. അത് മുഴുവൻ സനാതനധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എല്ലാം അതെ. വിമർശകർ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സംവിധാനം എന്നതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിവെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൈന്ദവ വിശ്വാസികളല്ലാത്തവരൊക്കെ സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കേണ്ടതല്ലേ? എണ്ണത്തിൽ താങ്കൾ നേരത്തെ തന്നെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരും സംഘപരിവാരത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ശാഖകൾ വരുന്നുണ്ട് എന്നത് പറയുമ്പോഴും അത് അംഗീകരിക്കുമ്പോഴും പക്ഷേ അവർ എണ്ണത്തിൽ കുറവല്ലേ, അല്ലെങ്കിൽ നെയിംസേക്ക് മാത്രം കുറച്ചുപേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സംവിധാനമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ എന്നതാണ് മറുഭാഗത്തിൻ്റെ ചോദ്യം. താങ്കളുടെ പക്ഷം? അവർ വരാൻ തയ്യാറാകണം. വരാൻ തയ്യാറായി കഴിഞ്ഞാൽ സംഘം അവരെ സ്വീകരിക്കാനും തയ്യാറാണ്. പുറമെ നിന്ന് കുറ്റം പറയുന്ന കാര്യമില്ല. നല്ല കുറ്റം പറയുന്നതുകൊണ്ട് കാര്യമില്ല, അവർ വരണം. കാരണം ഈ രാഷ്ട്രം എൻ്റേതാണ്. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനിയുള്ള ഈ രാഷ്ട്രത്തിൻ്റെ സങ്കല്പം നോക്കുകയാണെങ്കിൽ അതിലുള്ള ആൾക്കാരെല്ലാവരും ഹിന്ദുക്കളാണ്. അതിനെ സംബന്ധിച്ചിട്ട് ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് രണ്ടാമത് ചേർക്കേണ്ട കാര്യമല്ല. അതേപോലെ പറയുന്ന നിരവധി ആൾക്കാർ എല്ലാ വിഭാഗത്തിലുണ്ട്. സംഘം ഒരു മത ചിന്തകളുടെ സംഘടനയല്ല. അത് ദേശീയത ഉൾക്കൊള്ളുന്ന, സാംസ്കാരിക ദേശീയത ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. അതിലെല്ലാവരും ഉണ്ട്. ഏത് മതത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം. മതവാദികളല്ലാത്ത ആൾക്കാരുണ്ടാകും, അങ്ങനത്തെ ആളുകളുണ്ട്. ഏത് ലിംഗത്തിലുള്ള ആൾക്കാർക്കും വിശ്വസിക്കാം. ലിംഗവാദികളല്ലാത്ത ആൾക്കാരും ഉണ്ടാകും, അവർക്കും വരാം. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ്. പക്ഷേ രാഷ്ട്രമാണ് സർവവും. ഇത് പറയുമ്പോഴും ഹൈന്ദവ ആരാധനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഹൈന്ദവ ആരാധനാചര്യകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും RSS എന്ന് പറയുന്ന പ്രസ്ഥാനം അതിനോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾ ഹൈന്ദവതയോട് ചേർന്ന് നിൽക്കുമ്പോൾ രാഷ്ട്രം മാത്രം കണ്ടുകൊണ്ട് എങ്ങനെ ഹൈന്ദവ ആത്മീയതയെ മറ്റ് ആത്മീയത പിന്തുടരുന്ന ആൾക്കാർക്ക് അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമല്ലേ? അത് തികച്ചും വ്യക്തിപരാ. നിങ്ങൾക്ക് വിശ്വാസം ഏത് വിധത്തിലാണെങ്കിലും നമ്മുടെ വ്യക്തിപരമുള്ള കാര്യമാണ്. ഇതൊന്നും അല്ലാത്ത ആൾക്കാർക്കും വരാം. ഹൈന്ദവ ആധ്യാത്മിക കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത ആൾക്കാർക്കും വരാം, അവരുടെ വ്യക്തി എന്നുള്ള നിലയ്ക്ക്. കാരണം നമ്മൾ പറയുന്നത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ്, ഹിന്ദുത്വമാണ് നമ്മുടെ പദ്ധതി, ഇതെല്ലാം പറയുന്നത്. ആ ഹിന്ദുത്വത്തിൽ എല്ലാവരും പെടും.
സംഘം പറയുന്ന ഹിന്ദു രാഷ്ട്രത്തിലും ഹിന്ദു ചിന്തയിലും ഏത് മതക്കാരനുമാകാം, അതായത് പറഞ്ഞ അവിശ്വാസിക്കും ആകാം. പക്ഷെ മറ്റുള്ള വിശ്വാസങ്ങളെ തകർക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ പാടില്ല, ചർച്ച ചെയ്യാം, പക്ഷെ അത് ഹനിക്കാൻ പാടില്ല. വാദപ്രതിവാദങ്ങളാകാം, പക്ഷേ നിഷിദ്ധമാകാൻ പാടില്ല. ഇതാണ് മറ്റുള്ളവരെ എന്തിനു നമ്മൾ ഇതാക്കണം, ഈ ചീത്ത വിളിക്കണം. അതാണല്ലോ പൊതുവെ കണ്ടുവരുന്നൊരു അന്തരീക്ഷം. രാഷ്ട്രീയത്തിലൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതല്ല, മനസ്സിലായി, നല്ല രീതിയിലുള്ള ചർച്ച. മനസ്സിലായി. താങ്കൾ പറഞ്ഞു മറ്റ് മതസ്ഥർ അല്ലെങ്കിൽ മറ്റ് മതചിന്താഗതികൾ ഉള്ളവരെയും ഉൾക്കൊള്ളുമെന്ന് പറയുന്നു. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ആനുകാലിക സാഹചര്യത്തിൽ രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല. മറ്റ് ഇതര രാഷ്ട്രീയ ചിന്താഗതികൾ ഉള്ള ആൾക്കാർക്ക് സംഘത്തോടൊപ്പം എങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കും? അങ്ങനെ ഒരു അവസരമുണ്ടോ? അവസരമുണ്ട്, ഉറപ്പായിട്ടും വരാം. നമ്മൾ അവരും സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനത്തെ ആളുകളുണ്ട്. പല പരിപാടികളിലും സംഘത്തിൻ്റെതോ സംഘ പരിവാര പ്രസ്ഥാനങ്ങളുടെ പരിപാടിയിൽ ചില ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ അവർ നിഷേധിക്കാറുണ്ട് രാഷ്ട്രീയക്കാരുടെ സ്വഭാവം അനുസരിച്ചിട്ട്. ഇപ്പം സേവാഭാരതിയുടെ ഒരു പരിപാടിയിൽ ദീപപ്രജ്വലനത്തിന് വേണ്ടിയിട്ട് സതീശൻ വന്നു, പ്രതിപക്ഷ നേതാവ്. ആ സംഭവം എല്ലാവർക്കും അറിയാം. അത് വിവാദമായി. പക്ഷേ അങ്ങനെ അല്ലാത്ത രീതിയിൽ അത് തള്ളി. ഇങ്ങനത്തെ ആൾക്കാർ പരിപാടികളിൽ വരുന്നുണ്ട്. അല്ല, അതൊരു പൊതുപരിപാടിയിൽ വരുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ഇതര സംഘടനകൾ സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നുകളിലൊക്കെ മറ്റ് ഇതര ഹൈന്ദവ സംഘടനകൾ അങ്ങോട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനകൾ സംഘടിപ്പിക്കുന്ന സെമിനാറുകളിലും മറ്റുമൊക്കെ ഇതര മതസ്ഥരും ഇങ്ങോട്ടും വരാറുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു പരസ്പര റെസ്പെക്റ്റാണ്. അത് അംഗീകരിക്കുമ്പോൾ തന്നെയും സ്ഥിരമായി ഒരു സംഘപരിവാർ പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘപരിവാർ ശാഖ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരുടെ അതായത് എൻ്റെ രാഷ്ട്രീയപരമായ ഐഡിയോളജി ഞാൻ കീപ്പ് ചെയ്യുമ്പോൾ, ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുമ്പോൾ അതിനെ അതേപടി നിലനിർത്തുകയും സമാന്തരമായി RSSൻ്റെ ഈ പറയുന്ന രാഷ്ട്രസങ്കല്പത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അത് പോസിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അവർക്ക് വരാൻ സാധിക്കും, അവർക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കും. പക്ഷേ അവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഇതെൻ്റെ രാഷ്ട്രമാണ്, ഈ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ടവനാണ്, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇതിൻ്റെ മാതൃഭൂമിയും പിതൃഭൂമിയും കർമ്മഭൂമിയും എല്ലാമാണെന്നുള്ള ചിന്താഗതി അവരിലുണ്ടെങ്കിൽ അവർ വരാൻ തയ്യാറാവുള്ളൂ. രാഷ്ട്രബോധമുണ്ടെങ്കിൽ ആർക്കും വരാം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സാന്ദർഭികമായിട്ടാണെങ്കിലും താങ്കൾ VD സതീശൻ RSSൻ്റെ ഒരു വേദിയിൽ വന്നു, അവിടെ പുഷ്പാർച്ചന നടത്തിയതൊക്കെ ഇപ്പോൾ വിവാദമായി. നേതാക്കളുടെ പേരുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു പൊതുപരിപാടിയിലേക്ക് വന്നതാണ്. പക്ഷേ ഇത്തരം സംഗതികളെ പോലും വിവാദമാക്കുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വിവാദമാണോ, രാഷ്ട്രീയ നേട്ടമാണോ, RSSൻ്റെ മൊറലിനെ ചോദ്യം ചെയ്യുന്നതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അവർ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ നേട്ടമാണ്. കാരണം ഇവരുടെ മനസ്സിൽ ഇവരും ചിലപ്പം ചില പരിപാടികളിൽ പോയിട്ട് കാണും. അപ്പം അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ നേട്ടമാണ്. അതേസമയത്ത് അവരുടെ മുമ്പിൽ ചില ആൾക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി RSS ഒരു ഭീകര സംഘടനയാണ് എന്നെല്ലാം വരുത്തി തീർക്കാനുള്ള ഒരു പദ്ധതി കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഈ മുൻപൊരു അധ്യായത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയൊരു കാര്യമാണ്, എന്നാലും സാന്ദർഭികമായിട്ട് ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഈ അടുത്തിടെ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ RSSൻ്റെ ഒരു മുതിർന്ന നേതാവിനെ കണ്ടു. അത് വലിയ വിവാദങ്ങളൊക്കെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം അങ്ങനെ കാണാൻ പാടുണ്ടോ? അതായത് ഒരു വ്യക്തി വ്യത്യസ്തമായ ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരാളെ കണ്ടതിൽ എന്താണ് തെറ്റ്? അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണാൻ പാടില്ല. ഒരു സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ഒരാൾ ഒരു RSSൻ്റെ നേതാവായതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പാടില്ല. ഇത് പറയുന്നതിൽ എന്താണ് അതിലൊരു താങ്കളുടെ ഒരു സാങ്കത്യമില്ല. കാരണം ആർക്കും RSSൻ്റെ നേതാക്കന്മാരെ കാണാം, ആർക്കും വന്ന് കാണാം. ആവശ്യം വരുന്ന സമയത്ത് ആളുകൾ വരുന്നുണ്ട് പലപ്പോഴും. അതൊരു പക്ഷേ കൊട്ടിഘോഷിക്കാതെ ആയിരിക്കും, ആളെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഏത് സമയത്തും ഏത് കാലത്തും RSSൻ്റെ നേതാക്കന്മാരെ ആർക്കും കാണാം. തുറന്നിട്ടതാണ് RSSൻ്റെ ഓഫീസുകളും എല്ലാം. അവിടെ ഒരു രഹസ്യമില്ല, ആർക്കും വരാം. RSSൻ്റെ ശാഖ പോലെ തന്നെ. പരമപൂജ്യനായ ഗുരുജി മരിച്ച സമയത്ത് SP ചൗഹാൻ അന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പണ്ട് ശാഖയിൽ പോയ ആളാണ്. ഗുരുജി ഏറ്റവും വിപരീതമായ സാഹചര്യത്തിൽ സംഘത്തെ നയിച്ച നൗകയായിരുന്നു ഗുരുജി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. അതുമാത്രമല്ല, ഗുരുജി അസുഖമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം കാണാൻ വന്നു. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിലായിരിക്കാം. ശരിക്കും അത് മാത്രമല്ല, ഒരു ദേശീയ കാഴ്ചപ്പാട് തന്നെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഗുരുജി മരിച്ച സമയത്തും അതെ, പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധിക്ക് ശേഷം ആദ്യമായി
ഒരു ശ്രദ്ധാഞ്ജലി പുറത്തുനിന്നുള്ള ആൾക്കൊക്കെ അർപ്പിക്കുന്നത് ഗുരുജി മരിച്ച സമയത്താണ്. മനസ്സിലായി. ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം അതിൽ പ്രധാനമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കെല്ലാം സംഘവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാരും ആവശ്യം വരുന്ന സമയത്ത് സമീപിക്കുന്ന ആൾക്കാരും, അതുകൊണ്ടാണല്ലോ ചൈന വാർ, പാകിസ്ഥാൻ വാർ ഇതൊക്കെ ഉണ്ടായ സമയത്ത് സംഘത്തിനെ അയച്ചതും വിഭജന സമയത്ത് അയച്ചതും എല്ലാം. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ സമീപിക്കുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സംഘത്തിന് തള്ളിപ്പറയാറുണ്ട്. മനസ്സിലായി. കാലം ഒരുപാട് മാറി, കാലം ഒരുപാട് പിന്നിടുമ്പോൾ അതനുസരിച്ചിട്ട് RSSന്റെ മുഖച്ചാർത്തിനും മാറ്റങ്ങൾ കൽപ്പിച്ച് നൽകപ്പെടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ RSSനെ വിമർശിക്കുന്നവർ, ഇപ്പോൾ നമ്മുടെ സനാതനധർമ്മമാണ് നമ്മുടെ ഈ ഒരു വിഷയം, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പരിഗണിക്കുന്നതാണ്. സനാതനധർമ്മത്തെക്കുറിച്ച് താങ്കൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. RSSനെ വിമർശിക്കുന്ന ആൾക്കാർ സനാതനധർമ്മത്തോടൊപ്പം ചേർത്ത് വായിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് മനുസ്മൃതി. RSSന്റെ വക്താക്കൾ അല്ലെങ്കിൽ സംഘപരിവാരം തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് മനുസ്മൃതിയുടെ കാലത്തേക്ക് പോകണം എന്നുള്ളതാണ്. ശരിക്കും ഈ മനുസ്മൃതിയെക്കുറിച്ച് നമ്മൾ കുറേ കേട്ടറിവും വായിച്ചറിവും ഒക്കെ പലർക്കും ഉണ്ട്, ചിലർക്കെന്ന് പറയുന്നില്ല, പലർക്കും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സംഘത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? മനുസ്മൃതിയുടെ കാലത്തേക്കുള്ളൊരു പോക്കാണോ ഈ പറയുന്ന സനാതനധർമ്മത്തിലൂടെ ഒളിപ്പിച്ചു കിടത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത്? താങ്കളുടെ പക്ഷം എന്താണ്? ഈ പറയുന്ന ആൾക്കാർ മനുസ്മൃതി മുഴുവൻ വായിച്ചവരാണോ? ഉറപ്പായിട്ടും അല്ല. അതിലേതെങ്കിലും ഒരു വാചകം എടുത്തിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ വാചകത്തെ മാത്രം ഉൾക്കൊള്ളും. ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. മനുസ്മൃതിയുമായി ബന്ധപ്പെട്ടതല്ല. പണ്ട് ഗംഗാജലവുമായി ഒരു യാത്ര നടത്തിയിരുന്നു. ഏകാത്മതാ യാത്ര എന്ന് അതിന് പേര് പറഞ്ഞിരുന്നത്. സംഘത്തിൻ്റെ ആളുകൾ നടത്തിയതാണ്, ഭാരതത്തിൻ്റെ ഏകീകരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഒരു നേതാവാണ് ആദ്യം പറഞ്ഞത്, ഞാൻ ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ചു. ഞാൻ എണീറ്റ സമയത്ത് ശവം ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി ഒഴുകിപ്പോണു. ഇതാണ് ഗംഗ, അത് പവിത്രമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് താഴെ കിടക്കുന്ന ഏറ്റവും ചെറിയ നേതാവ് അടക്കം അത് പ്രസംഗിച്ചു. ഞാൻ ഗംഗയിൽ മുങ്ങിക്കുളിച്ചു. അയാൾ ഗംഗ കണ്ടിട്ട് പോലുമില്ല. കുളിച്ച് ഇങ്ങനെ എണീറ്റ സമയത്ത് ശവങ്ങൾ ഒഴുകിപ്പോയി. ഇതേപോലത്തെ വാചകങ്ങളാണ് ആരോ പറയുന്നതും കേട്ടിട്ട് ആവർത്തിക്കപ്പെടുന്നത്. ഏതായാലും സംഘം മനുസ്മൃതിയിലേക്ക് പോകുന്നതല്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ സംഘത്തിൻ്റെ ഉള്ള കാഴ്ചപ്പാടുണ്ട്. എല്ലാം നല്ലതിന് എല്ലാറ്റിനെയും സ്വീകരിക്കും. ആ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഒരിക്കലും മനുസ്മൃതിയുടെ വക്താക്കളായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ മനുസ്മൃതി പൂർണ്ണമായി വായിക്കാത്ത ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് താങ്കൾ പറയുന്നു. ഇനി അങ്ങനെ അഥവാ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനുസ്മൃതിയുടെ ഐഡിയോളജിയും RSSും പ്രൊമോട്ട് ചെയ്യുന്നതും രണ്ടും ഒരു കാര്യമല്ല എന്നുള്ളതാണ് അല്ലാതെ ഞാൻ മനസ്സിലാക്കിയത് ഇത്ര കാലത്തിന്റെ പ്രവർത്തനത്തിന്റെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. പക്ഷെ അതേസമയം ഇതേ വാദഗതി താങ്കളെപ്പോലെ മറ്റു പലരും ഉന്നയിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരം വാദഗതികൾ ഇതിനെതിരായിട്ട് മനുസ്മൃതിയുടെ വക്താക്കളല്ല നമ്മൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മനുസ്മൃതി പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം RSSന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് മറുഭാഗത്തുനിന്ന് ചോദിക്കുന്ന ആൾക്കാർ, ഞങ്ങളുടെ മതഗ്രന്ഥത്തെ, ഞങ്ങൾ വിശുദ്ധമായി കാണുന്ന ഗ്രന്ഥത്തെ നിങ്ങൾ വിമർശിക്കാറുണ്ടല്ലോ, അതും നിങ്ങൾ അതിൽ പറയുന്നത് പോലെ പൂർണ്ണമായി വായിച്ചിട്ടാണോ? നിങ്ങൾ അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ എടുത്തിട്ട് നമ്മൾ അപരിഷ്കൃതരാണ് അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട് അതിൽ നിങ്ങളുടേതായ വ്യാഖ്യാനം കൊടുത്ത് ഞങ്ങളെ ആക്ഷേപിക്കുകയല്ലേ എന്നുള്ളൊരു മറുചോദ്യവും വരുന്നുണ്ട്. അതിനെങ്ങനെ കാണും? ഇപ്പം ഖുറാൻ ഉദ്ദേശിക്കുന്ന അതായിരിക്കല്ലോ. ഒന്ന്, ഖുറാൻ്റെ മലയാള പരിഭാഷയുണ്ട് ഇറങ്ങിയിട്ട്, ബൈബിളും ഉണ്ട്. ഇതെല്ലാം നോക്കുന്ന സമയത്ത് മുഴുവൻ വായിക്കാൻ സാധിക്കുന്നവരാണ് നമ്മൾ. ആർക്ക് വേണമെങ്കിലും വായിക്കാനും സാധിക്കും. വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ചില തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും വിമർശിക്കുന്നത്. നമ്മൾ വിമർശിക്കാറില്ല, വിമർശിക്കേണ്ട ആൾക്കാർ വിമർശിക്കുന്നത്. കൃത്യമായിട്ടത് വായിച്ച് പഠിച്ച് അതിൽ നിന്ന്. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, പ്രവർത്തിച്ചിരുന്ന, ഒന്നിച്ച് നീങ്ങിയിരുന്ന ആൾക്കാർ ഇതിനെടുത്തിട്ട് ഇന്ന ഭാഗങ്ങൾ തെറ്റാന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. അതിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രത്യേക യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതലും ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിൽ കൂടുതലൊന്നും ആരും പറയാറില്ല. പക്ഷേ മറ്റേതിലുണ്ട് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് മുമ്പോട്ട് വരുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇങ്ങനത്തെ സ്മൃതികളും കാര്യങ്ങളും ഒന്നും പലപ്പോഴും മറ്റുള്ളവർ വായിച്ചിട്ടല്ല, ആരെങ്കിലും പറയുന്ന കേട്ടുള്ള ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ട് അതിൻ്റെ ഭാഗം, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ പോലും ഇപ്പം എത്ര നാര്യസ്തു പൂജ്യന്ത എന്നുള്ളതിൻ്റെ ഭാഗം നോക്കിയിട്ട് അപ്പുറത്ത് വേറെ ഉണ്ട്. അതൊന്നും അവർ കോണ്ടെക്സ്റ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ, അതല്ലേ പറഞ്ഞത്, അതൊന്നും വിലയിരുത്തുന്നില്ല. മനസ്സിലായി. ഇപ്പോൾ താങ്കളുടെ വാക്കുകളുടെ രത്നചുരുക്കം ഇങ്ങനെ വായിക്കാം. അതായത് വിമർശനം ആർക്കുമാകാം, ആർക്കും പറയാം, വിലയിരുത്താം, ആക്ഷേപിക്കാം, അല്ലെങ്കിൽ എതിർ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് വേണം എന്നുള്ളതാണ് താങ്കളുടെ നിലപാട്. മനസ്സിലായി. അപ്പോൾ ഏതായാലും അത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയിട്ടാ.
ഇപ്പം പലരും സംഘത്തിന് മാത്രമല്ല എല്ലാവർക്കും അത് ബാധകമാണ്. എന്തെങ്കിലും നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം പറയുക.